ചെയ്യാത്ത തെറ്റിന് ഒരു പതിറ്റാണ്ടിലേറെ വേദന അനുഭവിച്ചു ആനന്ദ് വിശ്വനാഥൻ. ഒടുവിൽ നീതിപീഠത്തിന് മുന്നിൽ സത്യം തെളിഞ്ഞു. ഓർത്തെടുക്കുമ്പോൾ പൊള്ളുന്ന ഇന്നലെകൾ. മൂന്നാർ ഗവൺമെന്റ് കോളേജിൽ ജോലി നോക്കുമ്പോഴാണ് ദുരനുഭവം. 5/9/2014 അന്ന് നടന്ന പരീക്ഷയിൽ ഏതാണ്ട് അവസാനത്തെ മിനിറ്റാണ് ഞാൻ ഹാളിനകത്ത് കയറുന്ന വ്യാപകമായിട്ട് ഒരു കോപ്പി അടി. ഞാൻ കോപ്പി അടി ഡിറ്റക്ട് ചെയ്യും, അത് പിടിച്ച് അപ്പം തന്നെ ഞാൻ അത് റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു. 16-ാം തീയതിയാണ് അറിയുന്നത് എനിക്കെതിരായിട്ട് ഇങ്ങനെ ഒരു പരാതി അവർക്ക് ലഭിച്ചിട്ടുണ്ടെന്ന്. അപ്പോൾ പരാതി എഴുതപ്പെട്ടത് എവിടെയാണ്? CPIM പാർട്ടി ഓഫീസിൽ വെച്ചിട്ട് എഴുതപ്പെട്ടതാണ്. അത് ഈ കുട്ടികൾ തന്നെ കോടതിയിൽ നൽകിയ മൊഴിയാണ്. കോപ്പിയടിക്ക് പിടിച്ചത് SFI അനുഭാവികളായ 5 വിദ്യാർത്ഥികളെ. ഈ പെൺകുട്ടികൾ മൂന്നാറിലെ CPM പാർട്ടി ഓഫീസിൽ വെച്ച് തയ്യാറാക്കിയ പരാതിയിൽ കഴമ്പില്ല എന്ന് സർവകലാശാല അന്വേഷണ കമ്മീഷനും കണ്ടെത്തിയിരുന്നു. 2 സിൻഡിക്കേറ്റ് അംഗങ്ങളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു എൻക്വയറി കമ്മിറ്റി രൂപീകരിക്കുകയും അവർ എൻക്വയറി നടത്തുകയും ആ എൻക്വയറി റിപ്പോർട്ടിനകത്ത് നിഗൂഢമായ രീതിയിൽ, അതായത് പ്രിൻസിപ്പലിന്റെ ഭാഗത്തുള്ള ലാപ്സസും എക്സാം ഇൻവിജിലേറ്ററൊക്കെ ആളുടെ ഭാഗത്തുണ്ടായ വീഴ്ചയും ഇതെല്ലാം കൂടി കാണിച്ചിട്ടുള്ള റിപ്പോർട്ട് വന്നത് 2 കുട്ടികളെ ഡീബാർ ചെയ്യുകയും ചെയ്തിരുന്നു. 5 വിദ്യാർത്ഥികളാണ് അധ്യാപകനെതിരെ പരാതി നൽകിയത്. ഇതിൽ 4 പേരുടെ മൊഴിപ്രകാരം 4 കേസുകൾ എടുത്തു. 2 കേസുകളിൽ അധ്യാപകനെ നേരത്തെ കുറ്റവിമുക്തനാക്കിയിരുന്നു. ശേഷിക്കുന്നവയിൽ 3 വർഷം തടവിന് വിധിച്ചെങ്കിലും മേൽക്കോടതിയിൽ അപ്പീൽ. ഇതിലാണിപ്പോൾ ആനന്ദ് വിശ്വനാഥിന് അനുകൂല വിധി. പീഡനക്കേസിൽ കുടുക്കി പക വീട്ടാനുള്ള ശ്രമമാണ് വിദ്യാർത്ഥികളുടേതെന്ന് കോടതി വിമർശിച്ചു. ഇതിന് കോളേജ് പ്രിൻസിപ്പൽ കൂട്ടുനിന്നതായും സംഭവത്തിൽ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നെന്നും കോടതി നിരീക്ഷിച്ചു. ഏഷ്യാനെറ്റ് ന്യൂസ്, തൊടുപുഴ.